മാസത്തിൽ നാളിൽ നല്ലതാണ് ഇവിടുത്തെ ഉത്സവം. പിന്നെ 8 ദിവസത്തെ ഉത്സവമാണ്. കൈവിളക്കുണ്ട്, കുഞ്ഞുങ്ങളെ താലപ്പൊലിയും വിളക്കുണ്ട്. പിന്നെ പടുക്ക സമർപ്പണം ഉണ്ടായിരുന്നു. 4 കരയൊന്നും പടുക്ക 80 പരം ആൾക്കാർ പടുക്ക ഓരോ കരയുന്നു. 12 വർഷം കൊണ്ട് മകത്തോട്ട് ആയി ഉണങ്ങിയിട്ട്. ഓരോ വർഷം ചെല്ലുന്നതോറും ആൾക്കാർ ജനങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മകം മുഴുവനും സ്ത്രീകൾക്ക് മാത്രമേ അതുകൊണ്ട് ഈ പ്രദേശത്ത് ഈ അമ്പലത്തിലേ ഉള്ളൂ. ഇനി കോറ്റാനിക്കര കഴിഞ്ഞാൽ ഇതാണ് മകത്തോട്ടുന്ന ക്ഷേത്രം. ഇത് പിന്നെ ഒരു മഹാക്ഷേത്രമാണ്. നല്ല ശക്തിയുള്ള എന്താ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദേവി. നമുക്ക് എന്ത് വേണമെങ്കിലും തരുന്ന ഒരു ദേവിയാണ്. ഇലങ്കത്തിൽ അമ്പലത്തിൽ ചോറ്റാനിക്കര മകത്തോടനുബന്ധിച്ച് ഇവിടെയും മകം തൊഴിൽ നടത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രമേ മകം തൊഴുവാൻ പറ്റുകയുള്ളൂ. സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ദേവിയെ കാണുന്നത്. കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2ാമത്തെ തവണയാണ് ഇവിടെ മകം തൊഴുവാൻ വരുന്നത്. ആദ്യത്തെ തവണ വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹ സാഫല്യം ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കഴിയുമ്പോഴെല്ലാം മകം തൊഴാൻ ദേവി എന്നെ അനുഗ്രഹിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ആഗ്രഹം നടക്കും എന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷേ ദേവിയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ ആഗ്രഹം നടന്നു കിട്ടി. എല്ലാവർക്കും വിളിച്ച് അമ്മയെ വിളിക്കുന്ന എല്ലാവർക്കും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സർവ്വ ഇതും എടുത്ത് വിളിക്കുകയാണെങ്കിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനിയും എനിക്ക് എല്ലാ വർഷവും പറ്റുമെങ്കിൽ മകം തൊഴാൻ വരണമെന്ന ആഗ്രഹമുണ്ട്. ദേവി കടാക്ഷിക്കുകയാണെങ്കിൽ അതിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അതിപുരാതന ക്ഷേത്രമാണ് രംഗത്ത് ശ്രീ ഭഗവതി. ഉദ്ദേശം ഒരു 12 വർഷത്തോളമായി ഈ മകൻതൊഴിൽ നടത്തി തുടങ്ങി. എല്ലാ വർഷവും ശ്രീ ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൂടിക്കൂടി വരികയാണ്. ഓരോ വർഷവും 2000-3000 പേര് കൂടുതൽ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഏകദേശം 10,000-ഓളം സ്ത്രീ ഭക്തജനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുവെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം കിട്ടിയതിന് ശേഷം അതിവിപുലമായ രീതിയിൽ ഒരു സമൂഹ സദ്യയും ഞങ്ങളിവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. വളരെ വിപുലമായ, വളരെ സംവിധാനത്തോടുകൂടി സമഗ്രമായ ഒരു കമ്മിറ്റിയാണ് ഇവിടെ നിലവിലുള്ളത്. ഭരണസമിതിയും അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റിയും വളരെ ഗംഭീരമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത്. ഉത്സവ കമ്മിറ്റി അംഗങ്ങളാണ് ഈ വക കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. ഭരണസമിതിയും അതിനോടുകൂടി ഉണ്ടാകും. എല്ലാ വർഷവും നടത്തി വരാറുള്ള ഈ മകൻതൊഴിൽ വരും വർഷങ്ങളിലും വളരെ പ്രധാനത്തോടു കൂടിയും വളരെ ഭംഗിയായിട്ടും നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.